ഗൈസ്, ഇന്നത്തെ പ്രാദേശിക വാർത്തകൾ. വാർത്തകെ സുഗന്ധാഹെ മന്ദാഹെ കൊയിലാണ്ടി കക്കൂസ് ഹോസ്പിറ്റൽ മേ ഹേ. ചുമ്മാ നോക്കിയതാണ്, സ്ക്രോൾ ചെയ്തപ്പോൾ വന്നതാണ്. നോക്കുമ്പോൾ എന്താണെന്നറിയാമോ, കക്കൂസിനെ അവിടെ പിടിച്ച് കിടത്തിയേക്കുന്നു. ഞാൻ വിചാരിച്ചേ ഈ പെണ്ണെന്തരാ പുതിയതായിട്ട് വീണ്ടും ആത്മഹത്യ ചെയ്തെന്ന്. ഇനി ഇപ്പോൾ ആത്മഹത്യ ചെയ്താണോ അല്ലയോ എന്നറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നേരെ ലസീതയുടെ ചാനലിലേക്ക് പോകുക, പ്രിയയുടെ ചാനലിലേക്ക് പോകുക. അവിടെ പോകുമ്പോൾ അവർ രണ്ടും വേറെ ലെവലിൽ നിൽക്കുകയാണ്. അവർ രണ്ടും ഇത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയുമ്പോൾ 3 വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടു. എവിടെ വല്ലോ മനസ്സിലാവട്ടെ. ഇനി ആത്മഹത്യയാണോ വല്ലതും വേറെ വല്ലതും ആണോ എന്നൊന്നും അറിയാൻ വേണ്ടി, മീൻസ് കൈ മുറിക്കുക, കാല് മുറിക്കുക, കഴുത്ത് മുറിക്കുക, വിഷം കഴിക്കുക ഇത്യാദി എന്തെങ്കിലും കുൽസിതമാണോ എന്നറിയാൻ വേണ്ടി ആ വീഡിയോ ഒന്നും കൂടെ ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ പിടിക്കാൻ നോക്കി. യാപ്പട്ട അവ അപ്പം ഫോക്കസ് ചെയ്താണ് വീഡിയോ ഇടുന്നത്. പർദ്ദ ഇട്ടുണ്ട്, അങ്ങനെ കിടപ്പുണ്ട് മാടം. എന്തോ എന്തായാലും രക്ഷപ്പെടട്ടെ എന്ന് മാത്രം ഞാൻ പറയണം. ഇവളെങ്ങാണം തട്ടിപ്പോയാൽ ഇവള് പറഞ്ഞ സ്ഥിതിക്ക് പോലീസ് നമ്മളെ തിരക്കി വരും. കാരണം കൊച്ചിൻ്റെ പേരിൽ ഒരു കള്ളത്തരം അവൾ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കല് അല്ലല്ല ബലാതി. ഏതായാലും വിശദ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അറിയുമായിരിക്കും. ഞാൻ അറിഞ്ഞ വിവരം ഞാൻ നിങ്ങളോട് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സത്യത്തിൽ ഇവക്ക് എന്ത് സംഭവിച്ചായിരിക്കും? ആത്മഹത്യ സ്ഥിരമായിട്ട്. അപ്പോൾ ഇവക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടേനും കാണാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ ഇട്ട വീഡിയോ ആണ് അതിനെക്കാട്ടിയും ക്ലാസ് കോമഡി. ഇന്നലെ എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ മുമ്പ് ഇട്ട വീഡിയോ. കുർണേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് അവളെ ഫോക്കസ് ചെയ്യണം. അവിടെ പഴയ ഇരുന്ന ഫോട്ടോ എടുത്ത് വെച്ച് തുടക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് ഞാൻ പെയിന്റ് അടിക്കുകയാണെന്ന്. ആരും ഓർഡർ ചെയ്യാത്ത സാധനത്തിന് ഇവള് പെയിന്റ് ചെയ്യാണ്. തള്ളി അങ്ങോട്ട് മാറിച്ച് കിണ്ണ അങ്ങ് താഴെയിട്. കഞ്ഞന്റെ കിഞ്ഞാ അല്ലടി, നീ സത്യമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചാണ്. എന്തിനാണ് നീ ആശുപത്രി കിടക്കണത്? സത്യമായിട്ടൊരു ക്യൂരിയോസിറ്റി. ഒരു വീഡിയോ ചെയ്യുമ്പം മര്യാദയ്ക്ക് ആളുകൾക്ക് മനസ്സിലാവുന്ന കണക്ക് ചെയ്യണം. കിടന്നുകൊണ്ട് ഫോട്ടോ, മലന്നുകൊണ്ട് ഫോട്ടോ, ഒരു നാണോ ഒറ്റത്തും ഇല്ലാതെ എന്താ. പക്ഷേ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അർണാട്ടൻ്റെ കുണ്ടിക്ക് ആരോ അടി കൊടുത്തെന്ന്. കുണ്ടി വിട്ടൊരു കളിയില്ല. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊയിലാണ്ടിയല്ലേ സ്ഥലം. പ്രത്യേകിച്ച് കോഴിക്കോടുകാർക്ക് അത് വിട്ടൊരു കളി ഉണ്ടാവില്ല. ഇവിടെ കുണ്ടിക്ക് അടി കിട്ടിയെന്നാ, അവൻ്റെ കുണ്ടിക്ക് അടി കിട്ടിയെന്നാ, ഹോസ്പിറ്റലിൽ മാറ്റിയെന്നാ, എന്തരാ പറയുന്നു. ആകെ ടെൻഷൻ തന്നെ കേസ്. നിങ്ങൾ ആരെങ്കിലും പോയി ചോദിച്ചിട്ട് വരൂ, 4ാമത്തെ ആത്മഹത്യാ നാടകമാണോ അതോ വേറെന്തെങ്കിലും കുനിഷ്ടാണോ എന്ന്. വേറൊന്നും കൊണ്ടല്ല, ചെമ്മ ഒരേ രസം, ഒരു സംശയം. എന്ത് തന്നെ ആയാലും വല്ലാത്ത ജാതി. ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലേ? എല്ലാവരും പറഞ്ഞെങ്കിൽ വിട്ടാ. എന്താ ഇപ്പോൾ പരിപാടി? ഇനിയിപ്പോൾ ഈ വിഷയം പറഞ്ഞിട്ട് എന്നെ ആരും അടിക്കാൻ കയറണ്ട. ഞാൻ ഉള്ള കാര്യം പറയണം. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. മേലെന്ന് അങ്ങനെ കിടക്കുകയാണ് പർദ്ദയൊക്കെ ഇട്ടിട്ട്. അല്ലടി, നീ ജാതി മതമൊക്കെ വിട്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഈ പർദ്ദ ഇട്ടുകൊണ്ട് കിടക്കുന്നത് എന്തിനാണ്? മനസ്സിലായില്ല. പർദ്ദ ഒരു വസ്ത്രമാണല്ലോ അല്ലേ? മതം അങ്ങോട്ട് കളയാനും വയ്യ, മതം അങ്ങോട്ട് ചേർക്കാനും വയ്യ, എങ്ങനെ വയ്യ, അങ്ങോട്ട് വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. വല്ലാത്ത ജാതി, വല്ലാത്തൊരവസ്ഥ. ഏതായാലും നിനക്കൊരു അസുഖം വരുമ്പം ഇത്രയും സന്തോഷം തോന്നുന്ന എന്തരാണോ എന്തോ. അർണേട്ടൻ കൂടെ തന്നെ ഉണ്ടല്ലേ. മനുഷ്യരെ കൊണ്ട് പിറയിപ്പിക്കാനുണ്ടായ ഒരു ജന്മം. എന്തോ എന്തായാലും കൊള്ളാം. ആൾ ദ ബെസ്റ്റ്. ഗെറ്റ് വെല്ല് സോണ്.